സുവിശേഷം കേട്ട് കഴിയുമ്പോഴേ നാട്ടുകാരൊക്കെ പറയും, എന്താ സുവിശേഷമല്ലേ ദാസ, ഈ ഐഡിയ എന്താ ദാസ നേരത്തെ തോന്നാത്ത നമുക്ക്, ആഹാ എന്താ നല്ലൊരു കരച്ചിലല്ലേ എന്ന് പറയുന്ന കണക്കേ ഈ കാളയെ പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് കച്ചവടം നടത്തിയപ്പോഴത്തേക്കും അതിന്റെ ശ്രുതിയും താളവും ലയവും ഒക്കെ കേട്ട് ഇങ്ങനെ ഉറങ്ങുന്ന ഉറക്കമുണ്ടല്ലോ. അത് കണക്കാണ് പാച്ചർമാരുടെ സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ അയ്യോ പാച്ചർമാർ മാത്രമല്ല, പുരോഹിതന്മാരുടെയും പാച്ചർമാരുടെയൊക്കെ ജീമോൻ സോംജി അവർ അഭിനയത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും കവിച്ചു വെക്കും. അയ്യോ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ റിയലാ. നമ്മൾ പെന്തക്കോസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മരണം വരെയും അഭിനയിക്കണം എന്നുള്ളതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഒരു ടാസ്ക് ആണത്. പെന്തക്കോസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരണം വരെയും അഭിനയിക്കുക. ഈ അഭിനയം സാമുവേൽ പടിഞ്ഞാറേ മുറിയിൽ, തെക്കൊന്നും മുറിയില്ലേ, പടിഞ്ഞാറയിലേ മുറിയുള്ളോ? സാമുവേലേ പടിഞ്ഞാറേ മുറിയുള്ളൂ, തെക്കും വടക്കും കിഴക്കും ഒന്നും മുറിയില്ലേ? അത് ശരി, സാമുവേലിന് പടിഞ്ഞാറ് മാത്രമേ മുറിയുള്ളെന്ന്. എനിക്ക് തെക്കും കിഴക്കും വടക്കും ഒക്കെ മുറിയുണ്ടോ വീട്ടിൽ? കാണുമായിരിക്കും. ആവട്ടെ, തെക്ക് വടക്ക് പടിഞ്ഞാറില്ല, പടിഞ്ഞാറ് മുറിയില്ല, തെക്കും വടക്കും കിഴക്കും ഒക്കെ മുറിയുണ്ട്. ഇപ്പൊ എന്താ വേണ്ടത്? ബെറ്റർ യുവർ അവോയ്ഡ് ക്രിട്ടിസൈസ് ആൻഡ് കണ്ടിന്യൂ യുവർ പ്രീച്ചിങ് പ്ലീസ്. ഞാൻ എന്താണ് കണ്ടിന്യൂ പ്രീച്ച് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് പ്രീച്ച് ചെയ്യേണ്ടത്? ആ പ്രീച്ചും കൂടി പറഞ്ഞു തന്നാൽ ഞാൻ കണ്ടിന്യൂ ചെയ്തോളാം. സാമുവേൽ പടിഞ്ഞാറേ മുറിയിൽ ഞാൻ എന്താണ് കണ്ടിന്യൂ ചെയ്യേണ്ട പ്രീച്ചിങ് എന്ന് കേട്ടാൽ വളരുമായിരുന്നു. ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഞാനിപ്പോൾ എന്നാ ചെയ്യേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ എന്താണ് പ്രീച്ചിങ് എന്ന് ഉദ്ദേശിച്ചത്? ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് മുഴുവനും പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇസ്രായേൽ മക്കളെ ക്രിട്ടിസൈസ് ചെയ്തതാണ് ഞാൻ കണ്ട ബൈബിളിനകത്തുള്ളത് മുഴുവനും. അപ്പൊ പിന്നെ ഏത് സുവിശേഷമാണ് ഞാൻ പറയേണ്ടത്? വെള്ളം അടിച്ചു കൊടുക്കാല്ലേ? എന്നാ ഞാൻ വെള്ളം അടിക്കാം അപ്പ. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. സാമുവേൽ പടിഞ്ഞാറേ മുറിയിൽ അദ്ദേഹത്തിന്റെ വാക്കിന് ഞാൻ അങ്ങൊന്ന് മാനിച്ചേക്കാം. സഹോദരൻ, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യേണ്ടെന്നല്ലേ പറയുന്നത്? എന്നാ പിന്നെ ഞാൻ വെള്ളം അടിക്കട്ടെ. അതായത് നമ്മുടെ പെന്തോ കൂട്ടങ്ങളുണ്ടല്ലോ, ഈ പെന്തോ കൂട്ടങ്ങളെല്ലാം എന്ന് പറയുന്നത് ഭയങ്കര വിശുദ്ധന്മാരാ കേട്ടോ, ഭയങ്കര വിശുദ്ധന്മാരാ. അയ്യോ സാമുവേൽ പടിഞ്ഞാറ് മുറിയേരെ ഞാൻ വെള്ളം അടിക്കുവാണ്, ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. ദയവ് ചെയ്ത് എന്നോട് നിങ്ങൾ വീണ്ടും പരിഭവം തോന്നരുത്. ഞാൻ വെള്ളം അടിച്ചു കൊടുത്തേക്കാം, ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അയ്യോ പെന്തോകളെല്ലാം ഭയങ്കര വിശുദ്ധന്മാരാണെന്നേ. അവരിപ്പം കർത്താവ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ അവരാണ് പറന്നു പോകുന്നത്. കാരണം അവരെ പോലെ വിശുദ്ധന്മാർ വേറെ ഇല്ല, കേരളക്കരയിലില്ല. അവരുടെ വായ് തുറന്നു കഴിഞ്ഞാൽ അവരുടെ വിശുദ്ധി എന്ന് പറയുന്നത്, അവരുടെ വിശുദ്ധി കേട്ട ഉടനെ ദൈവം പോലും ഇറങ്ങി നിന്നിട്ട് അവരുടെ മുമ്പിൽ തൊഴുതു നിൽക്കും. അയ്യോ പടിഞ്ഞാറേ മുറിയിൽ ക്രിട്ടിസൈസ് അല്ല കേട്ടോ. ഇതൊന്നും നമ്മുടെ ആരാ പറയുന്നത്, നമ്മുടെ കണ്ണന്താനത്തിന്റെ ഭാര്യ, ഇതൊന്നും വരില്ലല്ലോ. എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ വരത്തുള്ളൂ, മലയാളം വരത്തില്ല. അത് കണക്ക് ഇടയ്ക്കിടയ്ക്ക് പറയണം. ഇത് ക്രിട്ടിസൈസ് അല്ല കേട്ടോ. സാമുവേൽ പടിഞ്ഞാറേ മുറിയിൽ ഞാൻ പെന്തോകളെ അങ്ങ് അവരുടെ ആ ഒരു ഭക്തിയെ പുകഴ്ത്തുകയാണ്, അവർ വെള്ളം അടിക്കുകയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ അവരെന്ന് വെച്ചാൽ ഭയങ്കര വിശുദ്ധരാണ്. വിശുദ്ധരെന്ന് വെച്ചാൽ ഭയങ്കര വിശുദ്ധരാണ്. നമുക്ക് അവരെ പോലൊരു വിശുദ്ധരെ ഈ ലോകത്ത് നമുക്ക് കിട്ടത്തില്ല. വിശുദ്ധരെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭക്തന്മാർ. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ താഴെ ഇറങ്ങി വന്നിട്ട് ഇവരുടെ ഭക്തി കണ്ടിട്ട് ദൈവം പോലും തൊഴുതു പോകും ഇവരെ കണ്ടിട്ട്. കാരണം ദൈവത്തെ അങ്ങനെയൊക്കെ ഇവർക്ക് വിളിക്കാൻ പറ്റൂന്നേ. അത്രയ്ക്കും വാടാ പോടാ ബന്ധമൊക്കെയാ ദൈവവുമായിട്ട്. കാരണം അവരുടെ ഭക്തി കാരണം ദൈവം പറഞ്ഞു വാടാ പോടാന്നൊക്കെ വിളിച്ചാൽ മതി, ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഇതിനോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഇനി ആരും എന്ത് ചെയ്യണ്ട, വന്നിട്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ദൈവമേ എന്നൊന്നും വിളിക്കണ്ട. കുട്ടി ദൈവം, നിങ്ങളൊരു കുട്ടി ദൈവം, ഞാനും ഒരു ദൈവം, അങ്ങനെ മാത്രം കണ്ടേ. വാടാ പോടാ എന്നൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അപ്പൊ അത്രയ്ക്കും വാടാ പോടാ ബന്ധമാണ് ഇവർക്കൊക്കെ. അതായത് ഇവർ ഇറങ്ങി നിന്നിട്ട് ഡാ തൊടറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയോ ഉവ് അടിയനിതാ ഞാൻ തൊട്ടോളാം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഇവരോട് ചോദിക്കുകയാണ്, വിശ്വാസികളോടെല്ലാം ബന്ധോ വിശ്വാസികളോടെല്ലാം കർത്താവ് ചോദിക്കുകയാണ്, അടിയനിതാ ദേവാ അടിയനിതാ ദേവാ. ബന്ധവിശ്വാസികളോടും പാസ്റ്റർമാരോടെല്ലാം കർത്താവാ ചോദിക്കുന്നത് അങ്ങോട്ട്, അടിയനിതാ ദേവാ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ തൊടടാ എന്ന് പറഞ്ഞ ഉടനെ തൊടണമല്ലോ. അത്രയ്ക്കും വിശുദ്ധിയാണ്. അയ്യോ ദൈവത്തിന് പോലും ഇത്രയും വിശുദ്ധിയൊന്നും ഇല്ലായിരുന്നേ. കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സർപ്പസന്തതികളെ, അണലി സന്തതിയെ, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയെ എന്നൊക്കെ കർത്താവ് പറഞ്ഞാ പ്രസംഗിച്ചത്. മനസ്സിലായോ? കർത്താവ് പച്ചയ്ക്ക് നല്ല കൊടുത്തു, ഇടയ്ക്ക് ചാട്ടവാറ് വരെ കർത്താവ് എടുത്തു. പക്ഷെ ബന്ധുക്കൾ അങ്ങനെയല്ലപ്പാ.
നിങ്ങൾ അങ്ങനെ പറയരുത്. അതുകൊണ്ട് കർത്താവ് പോലും അവരുടെ വിശുദ്ധി കണ്ട് പേടിച്ചു പോയി. കർത്താവ് പോലും പറഞ്ഞു പോയി പെന്തോകളുടെ വിശുദ്ധി കണ്ടിട്ട്, അയ്യോ ഇത്രയും വലിയൊരു വിശുദ്ധികളാണോ, വിശുദ്ധന്മാരാണോ, അയ്യോ ഇത്രയും വലിയ എന്താ പറയുക, എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സുവിശേഷത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന ഈ മക്കളെന്ന് പറയുന്നവര് എന്നെക്കാളും ഹയസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിൽ തൊഴുതു പോയി നിന്നു വേണമെങ്കിൽ പട്ടിയെ പോലെ അവർ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചെന്തെങ്കിലും ചെയ്തു കൊടുത്തേക്കാം അവർക്ക് എന്ന് പറഞ്ഞ് കർത്താവ് അവരുടെ മുമ്പിൽ അടിയനിതാ ദേവാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ കർത്താവിനോടും പറയും, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ച് തെയ്യും ക്രിയകൾ എന്നൊക്കെ പറഞ്ഞ് രാക്കിയും കൊടുക്കും. അപ്പോഴത്തേക്കും ചെയ്തോ എന്ത് വേലയോ പല വേലയോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഉണ്ടായിരിക്കേണ്ട ഗതികേടാണ്. കാരണം വിശുദ്ധി, അയ്യോ അത്രയ്ക്കും വിശുദ്ധരാണെന്നേ അവര്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറയില്ല. അങ്ങനെ പാട്ടുപാടി ഇപ്പം വിശുദ്ധിയിൽ അവർ തികഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് റീന ഒരു കാരണവശാലും ക്രിട്ടിസൈസ് അല്ല കേട്ടോ, സാമുവേൽ പടിഞ്ഞാറേ മുറിയിൽ ക്രിട്ടിസൈസേ അല്ല. ഞാൻ അവരെ സത്യത്തിൽ വെളുപ്പിക്കുകയാണ്, സത്യത്തിൽ ഞാൻ അവർക്ക് വെള്ളം അടിച്ചു കൊടുക്കുകയാണ്. കാരണം അവരുടെ വിശുദ്ധി അത്രയ്ക്ക് മാത്രമുണ്ട്. ആ വിശുദ്ധിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ പോയിരുന്ന് കരഞ്ഞു പോകും. അവരുടെ വിശുദ്ധി കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ദൈവങ്ങളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കും ദൈവങ്ങളാ അവരൊക്കെ. ഓരോരോ കുട്ടി ദൈവങ്ങളായിട്ട് നമുക്ക് ചിലപ്പം പള്ളിയൊക്കെ ഉണ്ടാക്കി ചിലപ്പം അവരെ വെച്ച് നമുക്ക് എന്താ പറയുക പൂജിക്കാൻ തോന്നിപ്പോകും. അത്രയ്ക്കും വിശുദ്ധിയാ. നാം എടുത്താൽ ആ വിശുദ്ധിയുടെ വൈഭവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രിയ സഹോദര, കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവന് കൊടുത്താൽ ദൈവം 100 മടങ്ങ് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിനക്ക് 100 മടങ്ങ് തരും. ദൈവവേലയ്ക്ക് വേണ്ടി നീ സമർപ്പിക്കുക. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ പ്രോത്സാഹനം ചെയ്യുന്നവരാണ്. അത്രയ്ക്കും ദൈവവേലയുടെ ആത്മാർത്ഥതയാണെന്നേ. കാരണം സ്വർഗത്തിലെ ഖജനാവ് കാലിയായി കിടക്കുകയാണ്. ഇത്രയ്ക്കും സ്വർഗത്തിലെ ഖജനാവിനോട് താല്പര്യമുള്ള ഒരു കൂട്ടരെ ലോകത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ പിണങ്ങാണ്ടി എന്ന് പറയുന്നത് കേരള ഖജനാവ് കാലിയായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനോട് പോയി ആവശ്യപ്പെടാതെ കേസ് കൊടുത്തിരിക്കുക. മനസ്സിലായോ? കേസ് കൊടുത്തിരിക്കുക. കേസ് പിൻവലിക്കും, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല പിണങ്ങാണ്ടി. ഇല്ല, അങ്ങനെ പറയുന്നത് ധാർഷ്ട്യത്തിൽ വാങ്ങിച്ചെടുക്കത്തോളെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ബന്ധോകൾ അങ്ങനെയാണോ? സ്വർഗത്തിലെ ഖജനാവ് കാലിയായപ്പോ പിച്ചെടുക്കാൻ പോലും മടിയില്ലാത്ത വർഗ്ഗങ്ങളെ ബക്കറ്റ് വിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ബക്കറ്റ് വിരിവ് നടത്തി ഖജനാവ് നിറയ്ക്കുന്ന, പാർട്ടി ഓഫീസ് നിറയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. മനസ്സിലായോ? പക്ഷേ നമ്മുടെ കോൺഗ്രസ് ബന്ധോകളൊക്കെ സ്വർഗത്തിലെ ഖജനാവ് ഇപ്പൊ നിറച്ചു കൊടുക്കാൻ വേണ്ടി അവരിവിടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ. നിങ്ങൾ അതൊന്നും കാണാതെ പോകരുത് പ്രിയ സഹോദരങ്ങളെ. സ്വർഗത്തിലെ ഖജനാവിനോട് എത്ര കരുണയുള്ളവരാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് കർത്താവ് അവിടെ പിച്ചച്ചട്ടി എടുക്കുകയാണ്. കാരണം പിണങ്ങാണ്ടി കൂട്ടരെയും പോലെ അവിടെ ആരോ ഇരുന്ന് ഭരിച്ച് കൊളവാക്കിയിട്ടുണ്ട് സ്വർഗവേ. അതുകൊണ്ട് അവിടെ ഈ പൂച്ച വെറ്റ് കിടക്കുക സ്വർഗത്തില്. സുവിശേഷ വേലയ്ക്ക് പോലും കർത്താവിന് പണം ഇറക്കാനില്ല. കേരളത്തിൽ പിണങ്ങാണ്ടിക്ക് ഇത് കൊടുക്കാനില്ല. ഏതാണ് പെൻഷൻ കൊടുക്കാൻ നിർവാഹം ഇല്ലാത്തതുപോലെ സ്വർഗത്തില് സുവിശേഷ വേലയ്ക്ക് പോലും പണം ഇറക്കാനില്ലാത്തത് കൊണ്ട് തന്നെ പാച്ചർമാരെല്ലാം തന്നെ ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് പണം എന്ത് ചെയ്യാണ്? കൊടുത്തോണ്ടിരിക്കുക. മനസ്സിലായോ? സുവിശേഷ വേലയ്ക്ക് പണം കൊടുത്ത് സ്വർഗത്തിലെ ഖജനാവ് ഇപ്പൊ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അയ്യോ കള്ള അക്കൗണ്ട് ഒന്നും അല്ല കേട്ടോ. കറക്റ്റ് സാക്ഷാൽ ദൈവത്തിന് കൊടു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അക്കൗണ്ട് തന്നെ അവർ എഴുതി കൊടുക്കുന്നത്. അത്രയ്ക്കും വിശുദ്ധന്മാരാ. അയ്യോ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. അവർ അത്രയ്ക്കും വിശുദ്ധന്മാരാണ്. അവർ ദൈവത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതായത് ദൈവത്തിന്റെ അക്കൗണ്ട് കൊടുക്കാൻ പറയും. അതായത് കർത്താവിന് വേണ്ടി വിലയ്ക്ക് വേണ്ടി കൊടുക്കണം, ദൈവത്തിന് നിങ്ങൾ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും കള്ള അക്കൗണ്ടൊന്നും കൊടുക്കാറില്ല. പാസ്റ്ററിന്റെ അക്കൗണ്ടും കൊടുക്കാറില്ല, പാസ്റ്ററിന്റെ സഭയിലെ അക്കൗണ്ടും കൊടുക്കാറില്ല, പിന്നെ അവിടുത്തെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് ഒന്നും കൊടുക്കാറില്ല. ഡയറക്റ്റ് സ്വർഗത്തിലെ 007 ജെയിംസ് ബോണ്ടിന്റെ അക്കൗണ്ട് പോലത്തെ ഒരു അക്കൗണ്ട് ഉണ്ട് കർത്താവിന്. ആ അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്. കൃത്യമായിട്ട് കൊടുക്കുന്ന പണം കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യും? കർത്താവിന്റെ അക്കൗണ്ടിൽ പോയി വീഴുകയും ചെയ്യും. ശബാശല്ലോ. കൊടുക്കുന്ന പണം കൃത്യമായിട്ട് തന്നെ കർത്താവിന്റെ അക്കൗണ്ടിൽ പോയി എന്ത് ചെയ്യും? വീഴുകയും ചെയ്യും. അയ്യോ അങ്ങനെയൊന്നും കള്ളത്തിലൊന്നും കാണിക്കത്തില്ല. അയ്യോ നിങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ, ഈ വിശുദ്ധന്മാരെ കുറിച്ച് ഞാൻ അപവാദം പറഞ്ഞു എന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കല്ലേ പ്രിയ സഹോദരങ്ങളെ. കാരണം അത്രയ്ക്കും നല്ല മനുഷ്യരവര്. അത്രയ്ക്കും വിശുദ്ധന്മാര് മാത്രമല്ല, ദൈവത്തോട് അത്രയ്ക്കും നീതിയാണ് അവർക്ക്. ദൈവത്തോടുള്ള ദൈവവേലയെ കുറിച്ചുള്ള നീതി ഉണ്ടല്ലോ, നീതിബോധം,
സമ്മതിച്ചു കൊടുക്കണം. 5 പൈസ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ അല്പത്തിൽ പോലും വിശ്വസ്തരാണ്. കർത്താവിന്റെ പേര് പറഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓഡിറ്റിംഗ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പറഞ്ഞു വിടാറുണ്ട്. ഈ പണ്ട് ബെത്സേദ കുളക്കത്തില് കുളം കലക്കി വിടാൻ വേണ്ടിയിട്ടേ, കുളം അങ്ങ് കലക്കി വിടും. ബെത്സേദ കുളക്കടവിലെ ആണ്ടിലൊരിക്കൽ വന്നിട്ട് ഒരു ദൂതൻ വന്ന് കുളം കലക്കി വിടും. ഇതുപോലെ അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് തന്നെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ എല്ലാ ദിവസവും വർഷവും വരാറുണ്ട്. കൃത്യമായിട്ട് ഇവർ കൊടുക്കുന്ന പണത്തിന്റെയൊക്കെ കണക്കനുസരിച്ച്, ഓഡിറ്റിംഗ് അനുസരിച്ച് കണക്കൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ആ വഴിക്ക് ഇവർ അനുഗ്രഹിച്ചിട്ട് പോകുന്നതാണ് പാസ്റ്റർമാരെയൊക്കെ. അതുകൊണ്ട് ആ വഴിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് നടത്തി കണക്ക് കൃത്യമായതുകൊണ്ട് തന്നെ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുമല്ലോ. അപ്പൊ പിന്നെ പാസ്റ്റർമാർക്ക് 2 നില വീട് കൊടുക്കും ദൈവം, പിന്നെ എന്തുവാ മാളിക കൊടുക്കും, പിന്നെ 10 സെന്റ് സ്ഥലം കൊടുക്കും, പിന്നെ എന്തുവാ ഓടി കാർഡ് കൊടുക്കും, പിന്നെ പോരാത്ത ജെറ്റ് വരെ കൊടുക്കും. കാരണം അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കണ്ടേ. ഓഡിറ്റിംഗ് നടത്തി ദൂരം വന്ന് ഓഡിറ്റിംഗ് നടത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഓഡിറ്റിംഗിൽ മനസ്സിലാകും എന്ത് പറയുന്നത്, അല്പത്തിൽ എന്തുവാ ഇവൻ ഭയങ്കര വിശ്വസ്തനാണ്, ഇവനെ അധികത്തിൽ നമുക്ക് വിചാരകനാക്കിയേക്കാം എന്ന് കർത്താവിന് കൊടുക്കുന്ന കണക്ക് കണ്ടിട്ട് കർത്താവിന് പാരിതോഷികം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കർത്താവിന്റെ ഖജനാവ് നിറച്ചവനല്ലേ ഇവൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ഖജനാവ് നിറക്കിയല്ലേ പാച്ചർ ചെയ്തോണ്ടിരുന്നത്. ദൈവത്തിന് കൊട എന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് വിരിച്ച് എത്ര കോടിയായി ഇപ്പൊ കർത്താവിന്റെ ഖജനാവി കിടക്കുന്നതെന്ന് അറിയാമോ? അപ്പൊ അതിന്റെ കൂറ് കാണിക്കണ്ടേ? അതിന്റെ കൂറാണ് കർത്താവ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പാച്ചന്മാരെ അനുഗ്രഹിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അത്രയ്ക്ക് നല്ല വിശുദ്ധന്മാരാണ്. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ, സുവിശേഷ വേല ചെയ്യുന്നവർ അവരെ കുറിച്ചൊന്നും ഇങ്ങനെ വൃത്തിയോടൊന്നും പറഞ്ഞേക്കല്ലേ റീന. ദൈവം ശപിച്ചു കളയും നിന്നെ. ഇത്രയ്ക്കും വിശുദ്ധന്മാരായിരിക്കുന്ന ദേവദാസന്മാരെയൊക്കെ കുറിച്ച് ഇങ്ങനെയൊക്കെ അനാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നീ ഗതി പിടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളേ, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ. നമ്മുടെ സുവിശേഷ വേലയൊക്കെ ഇതാണ് ഭക്തി. പിന്നെ ഭക്തിയാണെങ്കിൽ പിന്നെ പറയണ്ട, കമ്മലുമാല ഇടത്തില്ല, പിന്നെ നമ്മൾ കമ്മലുമാലയൊന്നും ഇടത്തില്ല. കയ്യിൽ വേണമെങ്കിൽ ഒരു സ്വർണ്ണ കളർ വാച്ച് കെട്ടും. കാരണം നമുക്ക് സ്വർണമാണല്ലോ മലവും മൂത്രവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് കമ്മലും പ്ലാസ്റ്റിക് മാലയും ഇടാവോ? പിന്നെ ഇടാൻ പാടില്ല. എന്താ വിഷയം? ആഭരണമാണ് വിഷയം. ആഭരണം പോലത്തെ സ്വർണത്തിലിട്ടാലും പ്ലാസ്റ്റിക്കിലിട്ടാലും വെള്ളിയിലിട്ടാലും എവിടെ ഇട്ടാലും നമുക്ക് പ്രശ്നമാണ്. മോടിയുള്ള വസ്ത്രം, വിലയേറിയ വസ്ത്രം എന്ന് പറഞ്ഞ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തിരുത്തലൊക്കെ വരുത്താം, വിലയേറിയ വസ്ത്രമൊക്കെ കൊടുക്കാം. കമ്മലും മാലയും മാത്രം കർത്താവിന് മലവും മൂത്രവും തീട്ടവും ഒക്കെ ആയതുകൊണ്ട് അത് എടുക്കണ്ട. അങ്ങനെ കമ്മലും മാലയും ഒന്ന് ഉപേക്ഷിക്കണം. പിന്നെ എന്തുവാ, വിലയേറിയ വസ്ത്രം നമുക്ക് ധരിക്കാം കേട്ടോ. 5000-ന്റെയും 6000-ന്റെയും ഒക്കെ വസ്ത്രം ധരിക്കാം. പിന്നെ എന്തുവാ, ആർഭാട ജീവിതം, ലോകത്തോടുള്ള ജീവിതവും മോഹവും ഒന്നും പാടില്ല പ്രിയ സഹോദര. ലോകത്തോടൊരു മോഹവും ജീവിതവും ഒന്നും ഇല്ലാത്തിരിക്കുന്നവരവര്. അതുകൊണ്ടല്ലേ ആഭരണമൊന്നും ധരിക്കാതെ ഇങ്ങനെ എന്താ പറഞ്ഞ തലയിൽ തുണിയിട്ട്. പിന്നെ പാച്ചർമാരാകുമ്പോ ചുരിദാറേ ഇടത്തുള്ളൂ. ലോകത്തോട് മോഹമില്ലല്ലോ അവർക്ക്, ചുരിദാറും മതി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓടി കാറിൽ വരത്തുള്ളൂ. നമ്മള് ഓടി കാറിൽ വരും. പിന്നെ നമുക്ക് വീട് മോടി പിടിപ്പിക്കണം. എത്ര വേണമെങ്കിലും പണം ചെലവാക്കി നമുക്ക് വീട് മോടി പിടിപ്പിക്കണം. അത് ലോകത്തോട് ചേർന്നതല്ല. വീട് മോടി പിടിപ്പിക്കുക, കാറ് മേടിക്കുക, കർട്ടൻ നമുക്ക് നോക്കി നമുക്ക് മോടി പിടിപ്പിക്കാം വീടിനകത്ത്. പിന്നെ അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ, സാമഗ്രികളാണെങ്കിൽ നമുക്ക് വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിയിടാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും വരുന്നില്ലല്ലോ, ഇതൊന്നും ഞാൻ ആരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നല്ലോ കേട്ടോ. എല്ലാം അവരുടെ വിശുദ്ധിയുടെ പാണ്ഡവങ്ങളാണ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ, ആ മാലാഖ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പെന്തക്കോസിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാലാഖയായിട്ട് അങ്ങ് പറക്കും സ്വർഗത്തിലേക്ക്. അപ്പോഴേ ദൈവം നിങ്ങളെ എങ്ങനെ എടുത്തുകൊണ്ട് പോകും. അവിടേക്കൊന്ന് കാല് ചവിട്ടിയാൽ മതിയെന്നേ. ഇതൊന്നും കുറ്റം പറയുന്നില്ലല്ലോ കേട്ടോ. അവിടേക്ക് ഒന്ന് കാല് ചവിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ അങ്ങ് പറക്കും മഹാലാഖ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ആകാശമണ്ഡലങ്ങളിലേക്ക്. കർത്താവ് അപ്പത്തന്നെ 2 കൈയും നീട്ടി, വരുവിൻ കുഞ്ഞാടുകളെ, എന്റെ അടുക്കിലേക്ക് വരുവിൻ. നിങ്ങളുടെ വിശുദ്ധിയെ കണ്ട് ഞാൻ പോലും ഭയപ്പെട്ടു പോയി. നിങ്ങളുടെ വിശുദ്ധിയും നിങ്ങളുടെ എന്താ പറയുന്ന ദൈവത്തോടുള്ള ആ ഒരു സ്നേഹവും കൂറും ഒക്കെ കണ്ട് ഞാൻ അങ്ങ് പോലും നിങ്ങളുടെ മുമ്പിൽ തൊഴുതു നിന്ന് പോകുന്നു. അതുകൊണ്ട് വരുവിൻ മക്കളെ എന്ന് പറഞ്ഞ് കർത്താവ് അങ്ങ് എടുത്തുകൊണ്ട് അങ്ങ് പോകും. കർത്തൃമേശ പിന്നെ അത് പറയാൻ വിട്ടുപോയി. എന്തായാലും ഓർമ്മിപ്പിച്ചത് നന്നായി. എന്തുവാ നോർമലേ, അത് ഓർമ്മിപ്പിച്ചത് നന്നായി. കർത്തൃമേശയിലുള്ളവരുടെ സ്നേഹം പറയണമല്ലോ. റെനു, അന്നാർ, ഷാജി, പൊന്നുമോളെ ഓർമ്മിപ്പിച്ചത് നന്നായി. കർത്തൃമേശയിൽ നമ്മള് സ്നേഹചുംബനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സഹോദരന്മാർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹചുംബനം കൊടുത്താട്ടെ എന്ന് കർത്തൃമേശയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്നേഹചുംബനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കർത്തൃമേശയ്ക്ക് പോകുന്ന ദിവസം നോക്കിയിട്ട്
എന്ത് ചെയ്യും? സ്ഥലം മാറിയിരിക്കുന്നവരാണ് നമ്മള്. പാച്ചർമാര് സ്നേഹചുംബനം കൊടുക്കാൻ പറ്റിയ അച്ചായനുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കർത്തൃമേശയിൽ സഹായിക്കാൻ വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിളിക്കത്തില്ല. കാരണം അത്രയ്ക്കും വിശുദ്ധന്മാർക്ക് കൊടുക്കാനുള്ളതല്ല സ്നേഹചുംബനം, കർത്തിരിക്കുന്നവർക്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുടെ അടുക്കലൊക്കെ പോയിരുന്നിട്ട് ഓർത്തഡോക്സിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരും യാക്കോബറ്റിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരും മാർത്തോമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ബന്ധോകൾക്കെല്ലാം എങ്ങനെയാണ് ഹിന്ദുക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരുടെ അടുക്കലേക്ക് പോയിരുന്ന് സ്നേഹചുംബനം കൊടുക്കാൻ പറ്റുന്നത്? അതൊന്നും പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. നിങ്ങളൊന്നും അതൊന്നും പറയരുത് കേട്ടോ. അന്നത്തെ ദിവസം ഞങ്ങള് സ്നേഹചുംബനം കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ, ചുംബനം എന്ന് പറയുമ്പം ഇങ്ങനെ കൊടുക്കുന്നതാണ് ചുംബനം. പക്ഷെ നമ്മള് കർത്താവിന്റെ വചനത്തിൽ നിന്നും ഒരുപടി അങ്ങ് മുകളിലോട്ട് അങ്ങ് കയറും. കർത്താവ് സ്നേഹചുംബനമല്ലേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. കർത്താവേ, ഞങ്ങൾ പുതിയൊരു മോഡലിലെങ്കിൽ കൊടുത്തേക്കാം. പുതിയ മോഡല് യൂറോപ്യനിലെ ഫ്രഞ്ച് കിസ് അടിക്കുന്നത് പോലെ നമുക്ക് വേറൊരു കിസ് അങ്ങ് കൊടുത്തേക്കാം, കവളമ്പനം കൊടുത്തേക്കാം. ടിക്കോ ടിക്കോ. അയ്യോ, ഇതൊന്നും കേട്ടോ ആരും ചിന്തിക്കല്ലേ. കർത്താവിനെ കളിയാക്കുന്നൊന്നുമല്ല അവര്, കർത്താവിനെ പരിഹസിക്കുന്നതും കളിയാക്കുന്നൊന്നുമല്ല. അവരൊക്കെ കർത്താവിന്റെ കാലം ഉയർന്ന തട്ടിലിരുന്ന് ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് കർത്താവ് അത് കണ്ടിട്ട് തന്നെ, കർത്താവ് അന്ന് ബൈബിളിൽ തിരുത്താൻ പറ്റിയില്ല കർത്താവിന്, ഇനി അത് കർത്താവിന് തിരുത്തി കൊടുത്താലോ എന്ന് ആലോചിക്കുക. കർത്താവ് ആലോചനയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അടുത്ത ബൈബിൾ അച്ചടിക്കുമ്പോഴത്തേക്കും കർത്താവ് ദൂതനെ ഇറക്കി വിടും. ഈ ഓഡിറ്റിംഗ് ചെയ്യാൻ വരുന്ന ദൂതനോട് ചിലപ്പം പറഞ്ഞു വിടുമായിരിക്കും, നിങ്ങൾ ആ സ്നേഹചുംബനം മാറ്റി അതിനേക്കാൾ ഒരുപടി ഹയസ്റ്റ് ലെവലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. കവളമ്പനം എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രക്രിയ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് സ്നേഹചുംബനം മാറ്റി കവളമ്പനം എന്ന് എഴുതിക്കോളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്താനും ഒരു കർത്താവ് തയ്യാറാണ്. കാരണം അത്രത്തോളം വിശുദ്ധന്മാരാ. നിങ്ങൾ എന്തുവാ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇവരുടെയൊക്കെ വിശുദ്ധി കണ്ട കർത്താവ് നേരിട്ട് വന്നങ്ങ് ഇറങ്ങി എടുത്തുകൊണ്ടങ്ങ് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ കർത്തവരായിട്ടുള്ളവരെയൊക്കെ നമ്മളെ ഒരു ഭാഗത്ത് ഒഴിവാക്കി വെക്കും. പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ നമ്മളെല്ലാം കൂടിയിരുന്നൊരു പരദൂഷണമുണ്ട്. നമ്മൾ പെന്തോകൾക്കെല്ലാം പ്രാർത്ഥന കഴിയുമ്പോൾ കൂടിയിരുന്ന് പോകത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞാലും ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ മുട്ടിയിരുന്ന് അല്ലേലുയ്യ വെച്ചാലും പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യത്തില്ല, ഈ വർഗ്ഗങ്ങൾ പോകത്തില്ല. പിന്നെയോ പരദൂഷണമൊക്കെ പറഞ്ഞു തീർത്തിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. പട്ടിണി വയറ് വിശന്നിരുന്നാലും പരദൂഷണം പറയാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പൊ അവിടെ താറി അങ്ങ് നിൽക്കുമ്പോഴത്തേക്കും ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഈഴവരും പൊലയന്മാരും അതുപോലെ തന്നെ കുറവന്മാരും ഒക്കെ ആയിട്ടുള്ളവരുണ്ടല്ലോ. കാരണം അവരെയൊക്കെ നമ്മൾ സഭയിൽ രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവരുന്നത് പായിക്കാത്ത ആളുടെ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. പുറത്തു നിന്നവർ നോക്കണ്ടേ, ഒരു 10 പേര് സഭയ്ക്കകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും പാച്ചർ ചിരിച്ചോണ്ട്, അച്ചായോ എന്നാ ഉണ്ട് അച്ചായ വിഷയം? പാച്ചർ അമ്മാമിയാണെങ്കിൽ അച്ചായത്തിയേ അമ്മാമേ എന്നാ ഉണ്ട് അമ്മാമേ വിശേഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉള്ളവരുടെ അടുക്കലൊക്കെ പോയിരുന്ന് വിശേഷം പറയുന്ന കൂട്ടത്തില് ഈ പാവത്തുങ്ങൾ എണ്ണീക്കും. പ്രാർത്ഥന കഴിയും, അവരവരുടെ സ്ഥലം കാലിയാക്കി പോകും. അവരൊക്കെ അവരുടെ സ്ഥലം കാലിയാക്കി പോകും. ഈ താഴേക്കിടെ ഹിന്ദുവിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അങ്ങനെയാ പോകുന്നത്. പിന്നെ നമ്മൾ ഓർത്തഡോക്സ് അച്ചായന്മാരും യാക്കോബറ്റ് അച്ചായന്മാരും മാർത്തോമ അച്ചായന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരെല്ലാം കൂടി ചേർന്ന് പെണ്ണും ആണും ഒക്കെ കൂടി ഒരു പരദൂഷണമുണ്ട്. ഇന്ന് ആ പാച്ചർ കൊടുത്ത കൊടുപ്പുണ്ടല്ലോ മത്തായി ചേട്ടന്, ആ വചനത്തിലൂടെ വെട്ടുണ്ടല്ലോ, അവൻ വെട്ടൊന്ന് തുണ്ട് 2 എന്ന് പറഞ്ഞ് ഇനി ഈ വഴിക്ക് വല്ലതും വരുമോ എന്നുള്ളത് അറിയത്തില്ല. പിന്നെ ഞാനും കേട്ടോണ്ടിരിക്കുക, ഞാൻ അതിശയിച്ചു പോയി. അച്ചായോ ഇങ്ങനെയൊക്കെ അച്ചായം കൊടുക്കൂ, പാച്ചർ ഇങ്ങനെയൊക്കെ വെട്ടുമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോ കൊടുപ്പാണേ കൊടുത്തത്. അയ്യോ, അവൻ ഇവിടെ ഇരുന്ന് ഉരുകിച്ചാകുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അവനിട്ട് ആ പാച്ചർ ഈ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് മനസ്സിലായി. ആ വിശുദ്ധിയിൽ പറയുന്ന, അയ്യോ പ്രിയ സഹോദരങ്ങളെ, അല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊന്നുമല്ല. പാച്ചർ വിശുദ്ധിയിൽ നിൽക്കുന്നത് കൊണ്ട് പാച്ചർ ഡയറക്റ്റ് അങ്ങ് സ്വർഗത്തിൽ പോകും. മനസ്സിലായോ? പാസ്റ്ററിന് ദൈവം അന്ന് ആ സെക്കൻഡിൽ തന്നെ സ്വർഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ പാസ്റ്റർ അപ്പം തന്നെ സ്വർഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ പാച്ചർ എന്ത് ചെയ്യുകയാണ്? മറ്റവനെ നരകത്തിൽ പോകാനിരിക്കുന്നവനല്ലേ, നിന്റെ കയ്യിലിരിപ്പും നിന്റെ ഉടായ്പും കാരണം നിന്നെ മുടിഞ്ഞു പോകുമടാ, നിന്നെ ദൈവം വെട്ടിക്കളയുമടാ, നിന്നെ തകർത്ത് കളയുമടാ, വടിച്ച് കീറിക്കളയുമടാ എന്നൊക്കെ പച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്നേഹത്തിലാ പറയുന്നത്. അയ്യോ, അങ്ങനെ നിങ്ങളൊന്നും ചിന്തിക്കരുത് പ്രിയ സഹോദരങ്ങളെ. പാച്ചർ പുൽപ്പിറ്റിൽ നിന്നും സ്നേഹത്തിൽ വെട്ടിക്കീറത്തേ ഉള്ളൂ. അത് സ്നേഹത്തിൽ വെട്ടിക്കീറുമ്പോഴത്തേക്കും ആ സ്നേഹത്തിന്റെ ഭാഷയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തൊക്കെ ആർക്ക് വേണം? പാച്ചർമാർക്ക്, വിശ്വാസികൾക്ക് വേണം. പിന്നെ ഇതിൽ പെട്ടുപോയല്ലോ, വന്നുപോയി വീണു പോയല്ലോ, അതിന്റെ പേരിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന ഈ പാവത്തുങ്ങളെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് കുറെ ഹിന്ദുക്കളും ഈഴ ജാതിയിൽപ്പെട്ടതും കുറവന്മാരും കൊർത്തികളുമായിട്ടുള്ളതൊക്കെ അതിനകത്ത് വന്നുപോയി കിടക്കുകയാണ്. അവർ അതിൽ നിന്ന് ഇനി രക്ഷപ്പെട്ടു പോകാൻ വേറെ മാർഗമില്ല. കാരണം അവരുടെ സമുദായമൊക്കെ അവരെ തഴഞ്ഞ് ഇതിനകത്ത് പോയി കയറി കിടക്കുന്നുണ്ട്. കാരണം ഈ പാച്ചർമാരെല്ലാം അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? അമ്മയും സഹോദരങ്ങളും ബന്ധങ്ങളും സ്വന്തങ്ങളും അയൽവക്കക്കാരും അവരും ഇവരും എല്ലാം നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. അതായത് രാജ്യത്തോട് സ്നേഹവും കൂറുമില്ലാത്തൊരു ജാതി.
ഒരു രാജ്യത്തോടും അയൽവക്കക്കാരോടും സമൂഹത്തോടും ഒരു പ്രതിബദ്ധതയും ഒരു കൂറുമില്ലാത്തൊരു ജാതി ഉണ്ടെങ്കിൽ പെന്തോ ജാതികളെ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ. ഈ പെന്തോ വർഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു സൗഖ്യേടുള്ളത്. മനുഷ്യരോട് കൂറില്ല, ജാതിയോട് കൂറില്ല, ജനത്തോട് കൂറില്ല, സഹോദരങ്ങളോട് കൂറില്ല, അയൽവക്കക്കാരോട് കൂറില്ല, ദേശസ്നേഹവും ഇല്ല. പിന്നെയോ പെന്തോകളായി കഴിഞ്ഞാൽ പിന്നെ പെന്തോകളോട് മാത്രമേ മിണ്ടാവൂ, പെന്തോകളോട് മാത്രമേ സഹകരിക്കാവൂ, പെന്തോകൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. മനസ്സിലായോ? ആ പെന്തോകളുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇടകലർന്ന് ജീവിച്ചോണം. അല്ലാതെ മറ്റുള്ളവരുമായിട്ട് അങ്ങ് ജീവിക്കുകയോ മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള വിറക് കൊള്ളിയാണ്. അയ്യോ, ഈ മതത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം 72 കൂറിമാരും മദ്യപ്പുഴയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തിന് അവർക്കൊരു പ്രത്യേക രീതിയും ഉണ്ട്. പ്രത്യാശാസ്ത്രം, കഴുത്തറക്കുക, കൊല്ലുക, വെട്ടുക, മുട്ടിക എന്നൊക്കെ പറയാം. പക്ഷെ പെന്തോകൾക്ക് എന്ന് പറയുമ്പോൾ അവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരോട് മാത്രം മിണ്ടാവൂ, സഹകരിക്കാവൂ. അല്ലാതെയുള്ളവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അങ്ങനെയൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ ഇണയില്ല പിണ കൂടരുത്. അതെ 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 പ്രിൻസ് വർഗീസ് ഓൾസോ ജഹോവ വിറ്റ്നസ് സെയിം ടൈപ്പ്. അതെ, യഹോവ സാക്ഷികളും അത് തന്നെ പെന്തോകളുടെ വർഗത്തിൽപ്പെട്ടതാണല്ലോ ഈ യഹോവ സാക്ഷികളെല്ലാം തന്നെ. പിന്നെ മീശ പഠിക്കണം. മീശയൊക്കെ വെച്ചുകൊണ്ട് വരുന്നവനെയൊക്കെ പാച്ചറങ്ങ് ആറഞ്ചം മുറഞ്ചോ അങ്ങ് വെട്ടുവാ. ഏതെങ്കിലും ഒരു വിശ്വാസി ഒരു ദിവസം ഒരു ചുവപ്പുടുപ്പോ വെള്ളമുടുപ്പോ പച്ച ഉടുപ്പോ കറുപ്പുടുപ്പിട്ടിരുന്നാ പിന്നെ തീർന്ന്, അവൻ ചത്ത്, അവൻ സാത്താൻകുട്ടിയാകും. കറുപ്പുടുപ്പിട്ട് കഴിഞ്ഞാൽ അവൻ സാത്താൻകുട്ടിയായി മാറും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് റീന വിശുദ്ധിയിൽ സംസാരിക്കണം. സുവിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും റീന വിശുദ്ധിയിൽ പറയണം. മനസ്സിലായോ? ക്ഷമ അത് ഭയങ്കര അങ്ങേയറ്റം വേണ്ട ഒന്നാണ്. അതിനകത്ത് നടക്കുന്ന കൂതറകളുടെ കാര്യം പറയാൻ പോയാലുണ്ടല്ലോ, നിങ്ങൾ തന്നെ കാർക്കിച്ച് തുപ്പും. ഈ വൃത്തികെട്ടവന്മാരെയും വിശുദ്ധിയുടെ വേഷം കെട്ടലും കാണിച്ചുകൊണ്ട് എന്തൊക്കെ ചെറ്റത്തരവും തെമ്മാടിത്തരവും അതിനകത്ത് നടക്കുന്നതെന്ന് അറിയാമോ? ഈ പെന്തോകളെ വൃത്തികെട്ടവന്മാരെന്ന് വെച്ചാൽ വെറും ആഭാസം നിറഞ്ഞവന്മാര് ഈ പെന്തോകളാണ്. വെറും ആഭാസവും വൃത്തികെട്ടും നിറഞ്ഞവന്മാര് പെന്തോകളാണ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു 10 ദിവസം ഈ പെന്തോകളുടെ കൂടെ നിങ്ങളൊന്ന് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. കാരണം ഇവന്മാര് എന്താ പറയുന്നേ, ഒരുമിച്ച് കൂടുന്നില്ലല്ലോ, ഒരു 10 ദിവസം ഒന്നും ഒരുമിച്ചില്ലല്ലോ. ഈ വൃത്തികെട്ടവന്മാരെ സഹിക്കാൻ പറ്റത്തില്ല പ്രിയ സഹോദരങ്ങളെ. ലോകത്ത് ആരുടെ കൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂം ഷെയർ ചെയ്യാൻ പറ്റും, താമസിക്കാൻ പറ്റും, നമുക്ക് അസ്വസ്ഥത ഉണ്ടാകത്തില്ല. മനുഷ്യകുലമായിട്ട് അവർ മനുഷ്യരായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരോട് സഹകരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു റൂം ഷെയർ ചെയ്യുന്നു വിചാരിച്ചോ, ഒരു 10 ദിവസത്തേക്ക് വേറെ ആരുടെ കൂടെയും, ഒരു ഹിന്ദുവിന്റെ കൂടെയോ എന്തിന് ഇസ്ലാമിന്റെ കൂടെയോ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹകരിക്കാൻ പറ്റും. പക്ഷെ ഈ പെന്തോ വർഗങ്ങളുടെ കൂടെ ഒരു 2 ദിവസം നിങ്ങൾക്ക് തികച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം അവരൊരു ഭാഗത്ത് വിശുദ്ധിയുടെ വേഷം കെട്ടലും കെട്ടും, മറുഭാഗത്ത് നമ്മളെ കൊണ്ട് നുണയും പറഞ്ഞുകൊണ്ടിരിക്കും, പരദൂഷണവും പറഞ്ഞുകൊണ്ടിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനകത്തും കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വർഗങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ വർഗങ്ങളെ ഒരു 2 ദിവസം പോലും സഹിക്കാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുമിച്ച് ഒരിടത്ത് താമസിക്കാൻ പറ്റത്തില്ല ഈ വർഗങ്ങളോട്. അത് പിന്നെ ബാക്കിയുള്ളവരെ എങ്ങനെ സഹിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ തിരിച്ചൊന്നും പറയരുത്, തിരിച്ചൊന്നും പറയരുത് എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വയം സഹിക്കാൻ കടപ്പെട്ടവരായിട്ട് സഹിക്കുക വർഗങ്ങളെ. മനസ്സിലായോ? സ്വയം അങ്ങ് സഹിക്കുക ഈ വർഗങ്ങളെ ഇങ്ങനെ പറയുന്നത് കൊണ്ട്. അതായത് എത്രയൊക്കെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നാലും സ്വയം അങ്ങ് സഹിക്കുക. ഞാനൊരിക്കലും ഒരു പുത്തൻകുരിശ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 40 ദിവസത്തെ മീറ്റിങ്ങിന് പോയിരുന്നു. ഒരു പാച്ചറും കൂട്ടരും ഒക്കെയായി നടത്തിയത് ഈ മീറ്റിങ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നരകം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ചെന്നപ്പോഴാണ്. നരകം പോലും ഇങ്ങനെ ഇരിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അന്നത്തെ സമയങ്ങളിൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾ നെരുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല, ഒന്നുമില്ലാതെ വിശന്നിരിക്കുന്ന സമയത്താണ്. ഉച്ചയ്ക്ക് കൊച്ചു വിശന്ന് വലഞ്ഞ് എൻ്റെ കുഞ്ഞുമോൻ അവന് കേവലം 3 വയസ്സേ ഉള്ളൂ ആ സമയത്ത്.
ആ പാവം പിടിച്ചതിന് വിശന്ന് വലഞ്ഞ് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതിരുന്നപ്പോഴത്തേക്കും ഞാനൊന്ന് പോയി അടുക്കളയിൽ പോയി നോക്കി, വല്ലതും കഴിക്കാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിൽ ഇത്തിരി പോലെ ചോറും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അയില മീൻ അവിടെ വെച്ചിട്ടുണ്ട്, ചെറിയൊരു പീസ്. ഞാൻ അയില എടുത്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ കൊച്ചിന് ആ ഒരു അയിലയും കൊടുത്ത ചോറും കൊടുത്തതിന് ഇനി ഒന്നുമില്ല അവിടെ നടക്കാനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളും. പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് അവൾ അയിലെടുത്തോണ്ട് പോയി, അവൾ നേരത്തെ വന്ന് ചോറെടുത്തോണ്ട് പോയി കൊച്ചിനെ കൊണ്ട് കൊടുത്തിരിക്കുന്നു, അവൾ ഇവിടെ ചോദിച്ചിട്ടാണോ അയില മീൻ എടുത്തത്, അവൾ ചോദിച്ചിട്ടാണോ അയില മീൻ എടുത്തത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കേവലം ഒരു മീനിന് വേണ്ടി ഈ വർഗ്ഗങ്ങൾ തമ്മിൽ പരദൂഷണം പറയുകയും വൃത്തികേടുകൾ പറയുകയും അതിൻ്റെ പേരിൽ നമ്മളെ ക്രൂശിക്കാൻ നിൽക്കുകയും ചെയ്തു. ആരുടെ ചോദിച്ചിട്ട് മീനെടുത്തു? ഇതാ അവരുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, കുഞ്ഞു വിശന്നിരുന്നപ്പോൾ അതിന് കഴിക്കാൻ വേറെ ഒന്നുമില്ല, ഇവിടെ കറിയോ ഒന്നുമില്ല. കാരണം ഞങ്ങളൊരു കാട്ടിനകത്ത് കയറി പോയി കണക്കാ, ഒരു പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഗ്രാമത്തിൽ കിടക്കുക. 40 ദിവസം വരെ അടയ്ക്കപ്പെട്ടത് കണക്കാണ് നമ്മളവിടെ കിടക്കുന്നത്. അവിടെ നമുക്ക് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. പുറത്ത് പോകണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ 5 പൈസയില്ല. കേവലം ഒരു കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരം. ജാതികൾ പോലും ഈ പണി ചെയ്യത്തില്ല പ്രിയ സഹോദരങ്ങളെ. ജാതികൾക്ക് പോലും മനസാക്ഷിയുണ്ട്. എന്തിനും ഈ ഇസ്ലാം വർഗത്തിന് പോലും ഈ ഒരു കാര്യത്തിൽ മനസാക്ഷിയുണ്ട്. ആഹാരം ചോദിച്ചാൽ കൊടുക്കും. പക്ഷെ ഈ വൃത്തികെട്ട ജന്മങ്ങൾ, ഈ വൃത്തികെട്ട വർഗ്ഗങ്ങൾ അതിനകത്തും കുറ്റം കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. മനസ്സിലായോ? ഈ ബന്ധോകള് നമ്മൾ അടുക്കളയിൽ കയറി ഒരു സ്നേഹത്തിൽ സഹോദരങ്ങളാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടൊന്നും അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല. അവൻ അവിടെ നിശ്ചയിച്ചവന് മാത്രമേ ചോറെടുത്ത് കൊടുക്കാനും കറി എടുത്ത് കൊടുക്കാനും എന്തെടുത്ത് കൊടുക്കാനും, ഇല്ലെങ്കിൽ നുണയും പരദൂഷണവും പറഞ്ഞു തരും. അത് പറഞ്ഞിട്ട് അപ്പുറത്ത് വരുന്ന കൊട്ടിയും പാട്ടുപാടി ആരാധിക്കുകയും ചെയ്യും ഈ വർഗ്ഗങ്ങള്. മനസ്സിലായോ? അപ്പുറത്ത് പോയി മാറിയിരുന്ന് പാട്ടും പാടി കൊട്ടിയും പാടി ആരാധിക്കുകയും ചെയ്യും ഈ വർഗ്ഗങ്ങൾ. അത്രത്തോളം വൃത്തികെട്ട ജന്മങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതൊരു മൂച്ചാരി പെന്തക്കോസുകാരിയാ. ഒരു മൂശാട്ടി പെന്തക്കോസുകാരിയാ. അവക്ക് സ്വന്തവും വേണ്ട, ബന്ധവും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. പാച്ചറിന്റെ കുടുംബമേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കുക. കടഭാരത്തിൽ മുങ്ങിത്താണ് നശിച്ച് നാറാണക്കല്ലെടുത്ത് കിടക്കുന്ന സമയത്തും സഹായിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മകളുടെ ആവശ്യത്തിനും മകളും അമ്മയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്തും അന്നും സഹായിക്കാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ പിടിച്ചു കൊണ്ടുവന്ന് കിടത്തി അഭയം കൊടുത്തു, ആഹാരം കൊടുത്തു, എല്ലാ കാര്യങ്ങളും നോക്കി. അവസാനം ഈ പെന്തക്കോച്ചിൽ കൊണ്ടുപോയി കാല് വെച്ചു. അതോടുകൂടി പാച്ചർ കുടുംബത്തിന്റെയും അടിമയായി. പിന്നെ സ്വന്തം പെറ്റ തന്തയെപ്പോലും കടപ്പുറത്തുകാരനാണെന്നുള്ള പേരിൽ കല്യാണത്തിന് വിളിച്ചില്ല. മനസ്സിലായോ? പെറ്റ തന്ത കടപ്പുറത്തുകാരനായി പോയതുകൊണ്ട് ആ തന്തയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് മകളുടെ കല്യാണത്തിന് ആ തന്തയെ വിളിച്ചില്ല. കടപ്പുറത്തുകാരനായി പോയതുകൊണ്ട് കടപ്പുറത്തുള്ളവരെ കാണിക്കാൻ പറ്റില്ല. ഇതുവരെയ്ക്കും ആ മകളെന്ന് പറയുന്നവൾക്ക് നമ്മൾ പോറ്റിപ്പുലർത്തി ആഹാരം കൊടുത്ത് വളർത്തി വലുതാക്കിയ മകൾ ബന്ധക്കോച്ചിൽ പോയി കല്യാണം കഴിച്ചത് കൊണ്ട് അവൾക്ക് കടപ്പുറത്തുകാരെ ഇപ്പം സ്വന്തക്കാരും അറിയത്തില്ല, ബന്ധക്കാരും അറിയത്തില്ല, ഒരു മണ്ണാങ്കട്ടയും അറിയത്തില്ല. പക്ഷെ കൊട്ടിയും പാടിയും അല്ലേലുയ്യ ചോത്രവും പറഞ്ഞ് സ്വർഗത്തിൽ പറക്കാനിരിക്കും. അവരൊക്കെ സ്വർഗത്തിൽ പറക്കാനിരിക്കുകയാണ്. നമ്മളെ ആരും തിരിഞ്ഞു നോക്കാനും ഇല്ല. നമ്മൾ വിളിച്ചാൽ പോലും ഫോൺ പോലും അറ്റൻഡ് ചെയ്യത്തില്ല. അത്രത്തോളം മൃഗീയ മനസ്സോടുകൂടിയിരിക്കുന്ന വർഗ്ഗങ്ങളായി ഈ പെന്തോ വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. എൻ്റെ ചാർജ് ചെയ്താറായി പ്രിയ സഹോദരങ്ങളെ. ഞാൻ ചാർജ് കൊണ്ട് കുത്തിയിടട്ടെ. ചാർജ് കുത്തിയിട്ടിട്ട് ഞാൻ ലൈവിൽ വരാം. അതുകൊണ്ട് ഭക്തിയുടെ വേഷം കെട്ടലൊന്നും ഇറക്കാതെ നമുക്ക് മനുഷ്യനായി ജീവിക്കാം. എന്നെയൊക്കെ കണ്ട ഒരു ദൈവവൈദ്യരാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയത്തില്ലല്ലോ. എന്നാൽ പറയാതിരിക്കുന്നേ നല്ലത്. കർത്താവ് പറഞ്ഞാൽ മതി. നമ്മളൊക്കെ കണ്ട ആരെങ്കിലും പറയുമോ ദൈവവൈദ്യനാണെന്ന്?